നമസ്കാരം. ആയുർവേദ ദൃഷ്ടിയിൽ എന്താണ് മുടി അല്ലെങ്കിൽ കേശം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ വെറും ഒരു അലങ്കാര വസ്തു മാത്രമല്ല മുടി എന്നാണ് ആയുർവേദം പറയുന്നത്. ആയുർവേദത്തിൽ നമ്മുടെ ധാതു ക്രമീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ മുടികൾ. എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരിണമിക്കുന്നു, ഡൈജഷൻ സംഭവിച്ച് പരിണമിക്കുമ്പോൾ അത് പല തലത്തിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ സപ്തധാതുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം ഇങ്ങനെ സപ്തധാതു ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡി. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ഒരു മെയിൻ ഘടകമാണ് നമ്മുടെ സപ്തധാതുക്കൾ. അതിൽ തന്നെ അസ്ഥീൻ്റെ ഉപധാതുത്വത്തിൽ ഒരു ധാതു ഉണ്ടാകുമ്പോൾ അതിനൊരു സാരഭാഗം, നല്ലൊരു വശവും അതുപോലെ നല്ല സാധനമുണ്ട്, അതുപോലെ കിട്ടും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ വേസ്റ്റിൽ, അതായത് അസ്ഥീൻ്റെ അല്ലെങ്കിൽ കിട്ടമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നഖവും അതുപോലെ മുടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസ്ഥി മികച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് നല്ല മുടികളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മുടിയുടെ കാര്യം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നത്, നല്ലൊരു ജീവിതശൈലി രീതി നമ്മൾ തുടരുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, നമ്മളെ ദഹനശക്തിക്ക് അനുസരിച്ചുള്ള ആഹാരം കഴിക്കുക, അതുപോലെ കറക്റ്റായിട്ടുള്ളൊരു വ്യായാമ രീതിയും അതുപോലെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു മാനസികമായിട്ടുള്ള നല്ലൊരു അവസ്ഥയും കൂടെ നിലനിർത്താൻ മാത്രമാണ് നമുക്ക് നല്ലൊരു മുടിയുടെ സ്റ്റാറ്റസും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, മുടി വെറും ഒരു അലങ്കാര വസ്തുവല്ല നമ്മുടെ ശരീരത്തിലെ. അത് നമ്മുടെ അസ്ഥിയുടെ ഒരു നല്ലൊരു വളർച്ചേനെ കാണിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.